മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പാവനമീ ബലിയിൽ പരിപാവന മാനസരായി. പാവനമീ ബലിയിൽ പരിപാവന മാനസരായി. വരൂ വരൂ ദൈവജനമേ, അണിയണിയായി ബലിവേദിയിൽ അനവരതം ബലിയേകാം, ബലിയാകാം, അനുരഞ്ജിതരാകാം. സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. സ്നേഹം ധാരധാരയായി കരകവിഞ്ഞൊഴുകുന്നു. ഹൃദയം തിരിനാളമായി പ്രഭ ചൊരിഞ്ഞിടുന്നു. കരുണതൻ നീ വരമഴയിൽ ആശ്രയം തേടാം. അനുദിനം ഈ തിരുബലിയിൽ മോക്ഷം നേടിയിടാം. ഈ ജന്മം യാഗമായി നാഥനേകിടാം. മനസ്സുകളെ ഉണരൂ, അഭിഷിക്തൻ വരവായി. മനസ്സുകളെ ഉണരൂ, സ്തുതി സങ്കീർത്തനമാകൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹബഹുമാനപ്പെട്ട വർഗീസ് അച്ച, സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് ടോണി അച്ച, സ്നേഹമുള്ള ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുനാളിൻ്റെ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും വളരെ ഹൃദയപൂർവ്വം നേരുകയാണ്. നാം ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. വിശുദ്ധ സെബസ്ത്യാനോസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ചിഹ്നമായ നാം ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന അമ്പ് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അണിയിച്ചുകൊണ്ട് വിശുദ്ധിയുടെയും സൗഖ്യത്തിൻ്റെയും വലിയൊരു അടയാളമാക്കി മാറ്റിയ ഈ വിശുദ്ധൻ നമ്മോട് പറയുന്നത് സഹനത്തിലൂടെയും മരണത്തിലൂടെയുമൊക്കെ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാനും സൗഖ്യം നേടുവാനും നമുക്ക് സാധിക്കുമെന്നും ശക്തമായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരുമെന്ന് നമ്മോട് പറയുമ്പോൾ ഈ തിരുനാളിൽ നമുക്ക് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തീക്ഷ്ണതയുള്ള സുവിശേഷ സാക്ഷിയായി തീരുവാനായിട്ട് സഹനവും രോഗവും മരണവുമൊക്കെ
ഞങ്ങളുടെ നേരെ വെല്ലുവിളിയായിട്ട് വരുമ്പോൾ ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനും സൗഖ്യദായകമായ ദൈവിക അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൂടുതലായിട്ട് ഈശോയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട്, വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് ഏറെ പ്രലോഭനങ്ങളാലും പാപ അന്ധകാരത്താലും നമ്മെ വലയിക്കുന്ന ഈ സമയത്ത് ഈശോയെ അങ്ങയെ പ്രഘോഷിക്കുന്നവരായി തീരുവാനായിട്ട്, ജീവിതം കൊണ്ട്, വിശുദ്ധമായ ജീവിതം കൊണ്ട് അങ്ങയെ പ്രഘോഷിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ തിരുനാളിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവ്വം നേരുന്നു. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ, ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ
കർത്താവങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവോ തൻ നിത്യമഹിമാവിൻ തേജസ്സേ, പാവനാത്മാവു തൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യന്റെ മഹനീയ മാതൃകയാൽ ഉത്ബോധിതരായി മനുഷ്യരെക്കാളുപരി അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നെഹെമ്യായുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ ജനം നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു. 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത്. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണെ അവൻ പുസ്തകം തുറന്നു. അവർ എഴുന്നേറ്റു നിന്നും എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകളുയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുകയും സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപനായ നെഹെമ്യായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവ സമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
സങ്കീർത്തനം. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും, സഹോദരരെ, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ബന്ധിതരെ മോചിപ്പിക്കാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ലഭിച്ചിട്ടുള്ളതനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരുവാനാണ്. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ നിന്നും വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ച ശേഷം
അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനമുള്ള അംബ്രോസച്ച, സ്നേഹമുള്ള ടോണിയച്ച, നാം ഇന്ന് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, ലൂക്കാ സുവിശേഷകൻ തിയോഫിലോസിന് എഴുതുന്ന വാക്യം വളരെ സൂക്ഷ്മമായും വ്യക്തമായി എല്ലാ കാര്യങ്ങളും നിനക്ക് വിശ്വാസ യോഗ്യമാകും വിധം ബോധ്യത്തിനു വേണ്ടി എഴുതുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ഒരു ദിവസത്തെ കാര്യം വ്യക്തമായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോകുന്നു. യേശു വളർന്ന സ്ഥലമായ സിനഗോഗിൽ അവൻ സാബത്ത് ദിവസം വായിക്കുവാനായി എഴുന്നേൽക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ് അവന് നൽകപ്പെട്ടത്. അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ യേശുവിനെ അയച്ചിരിക്കുന്നുവെന്ന് യേശുനാഥൻ വായിച്ച് കേൾപ്പിക്കുന്നു. ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും നാം വായിച്ചു കേട്ടു, അവർ നിയമഗ്രന്ഥം വായിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശുദ്ധീകരിച്ചു കൊടുത്തുവെന്ന്. ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ, പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ സന്തോഷത്തോടു കൂടിയാണ് ദൈവത്തിന് വേണ്ടി ജീവിച്ചിരുന്നത്. ഇന്ന് ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ, വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നാം ആഴമായൊന്ന് കടന്ന് ചിന്തിക്കുമ്പോൾ, AD 225 ഫ്രാൻസിലെ നബോണയിൽ ജനിച്ച വിശുദ്ധൻ കാലക്രമേണ റോമിലേക്ക് ചേക്കേറുകയും അവിടെ സൈന്യത്തിൽ ചേർന്ന് രാജാവിന് രാജ്യസൈന്യത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവൻ ജീവിച്ചു. വിശുദ്ധൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏറെ പ്രത്യേകിച്ച് റോമിൽ വളരെയധികം മതപീഡനങ്ങൾ നടമാടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ അധികാരികളുടെ, പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ വിനോദങ്ങളിൽ ഒന്നായിരുന്നു ക്രിസ്തു മതവിശ്വാസികളെ പീഡിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ വിനോദ മാർഗമെന്നോണം ക്രിസ്തുമത വിശ്വാസികളെ സിംഹത്തിന് എറിഞ്ഞു കൊടുക്കുകയോ, അമ്പെയ്ത് കൊല്ലുകയോ, എണ്ണയിൽ മുക്കി, തളച്ച എണ്ണയിൽ മുക്കി കൊല്ലുകയോ, അതുമല്ലെങ്കിൽ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. ഇതെല്ലാം സർവ്വസാധാരണമായി നടന്നിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ സെബസ്ത്യാനോസ് ഈ പീഡനങ്ങൾക്ക് ഏൽക്കുവാൻ പോകുന്ന വ്യക്തികളെ ആത്മധൈര്യത്തോടു കൂടി, അവരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കുമായിരുന്നു. പീഡനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് സഹിക്കുവാൻ വേണ്ട ആത്മധൈര്യം വിശുദ്ധൻ രഹസ്യമായി ആ വ്യക്തികൾക്ക് നൽകിപ്പോന്നു. രാജാവിൻ്റെ കൂടെ നിൽക്കേണ്ട സൈന്യാധിപൻ തന്നെ രാജാവിനെ എതിരെ പ്രവർത്തിക്കുന്നു എന്ന ചിന്ത ഉണർന്നപ്പോൾ
രാജാവ് വിശുദ്ധനോട് ഇപ്രകാരം പറയുന്നുണ്ട്: നീ ഞങ്ങളുടെ ദേവനെ ആരാധിക്കണം. എന്നാൽ രാജാവിൻ്റെ മുൻപിൽ ധീരതയോടുകൂടി ഞാനൊരു ക്രിസ്തുവിൻ്റെ അനുയായിയാണു എന്നും ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണ് എന്ന് തുറന്നു പറയുവാനും വിശുദ്ധന് സാധിച്ചു. തുടർന്ന് വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നിഷ്ഠൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. രാജാവ് അവനെ സിംഹത്തിന് എറിഞ്ഞുകൊടുക്കാതെ, കുരിശിൽ തറച്ച് കൊല്ലാതെ, എണ്ണയിൽ മുക്കി വറക്കാതെ അവനെ അമ്പെയ്ത് കൊല്ലുവാൻ വേണ്ടി വിധിക്കുന്നു. അങ്ങനെ അവൻ്റെ ദേഹത്തെ വസ്ത്രമെല്ലാം മാറ്റി നാം രൂപത്തിൽ വ്യക്തമായി കാണുന്നത് പോലെ കൈകളും കാലുകളും ബന്ധിച്ച് അവൻ്റെ ദേഹത്തേക്ക് അമ്പ് എയ്യുന്നു. മരിച്ചു എന്ന് കരുതിക്കൊണ്ട് വിശുദ്ധനെ ഉപേക്ഷിച്ചു പോകുന്ന രാജാവും സൈനികരും വിശുദ്ധൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവനെ തിരിച്ചറിയുന്നത് പിന്നീടാണ്. ഇതിൽ നിന്നെല്ലാം സൗഖ്യം നേടിക്കൊണ്ട് വീണ്ടും രാജാവിൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് കടന്നു വരുന്നു. അങ്ങനെ അവനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലുവാനും വധിക്കപ്പെട്ടതിന് ശേഷം അവൻ്റെ ശരീരം കഴുകന്മാർക്ക് തിന്നുവാൻ വേണ്ടി പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നാം കാണുന്നത് മറ്റെല്ലാ വ്യക്തികളുടെയും ശരീരം പുറത്തേക്ക് എറിഞ്ഞു കളയുമ്പോൾ കഴുകന്മാർ കൊത്തി കീറുമായിരുന്നു. എന്നാൽ വിശുദ്ധൻ്റെ ശരീരത്തിൽ തൊടാതെ കഴുകന്മാർ അവിടെ നിലയുറപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ പുണ്യങ്ങളുടെ മാതൃകയാണ്. തുടർന്ന് വിശുദ്ധൻ്റെ മരണശേഷം വിവിധങ്ങളായിട്ടുള്ള പകർച്ചവ്യാധികൾ റോം നഗരത്തിൽ പടർന്നു പിടിച്ചപ്പോൾ വിശുദ്ധനോട് പ്രാർത്ഥിക്കുകയും പകർച്ചവ്യാധിയിൽ നിന്ന് സംരക്ഷണം നേടുകയും ചെയ്തു. ഇന്ന് 2022 ആണ്ടിൽ നാം വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പഴയ പ്രൗഢിയോ ആകാരവടിവോ ഭംഗിയോ ഇല്ലാതെ ആത്മീയപരമായി നിർവൃതിയോടുകൂടി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ വിശുദ്ധൻ്റെ ജീവിതവും വിശുദ്ധൻ്റെ സുഹൃതങ്ങളും പുണ്യജീവിത മാതൃകയും നമ്മളുടെ ജീവിതത്തിലേക്ക് നാം നിശബ്ദമായി ഏറ്റുവാങ്ങണം. ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിലുള്ള യാതൊന്നിനും യാതൊരുവിധ സാന്ത്വനവും സൗഖ്യവും നൽകാതെ വരുമ്പോൾ വിശുദ്ധൻ്റെ നേരെ നമ്മുടെ കണ്ണുകൾ ഉയർത്തുവാനും വിശുദ്ധനോട് പ്രാർത്ഥിക്കുവാനും നാം തയ്യാറാകണം. നമ്മളുടെ ഈ ഇടവകയിലും വിശുദ്ധൻ്റെ അമ്പ് 1 മാസം മുമ്പ് എല്ലാ ഭവനങ്ങളിലേക്കും നൽകി പ്രാർത്ഥിക്കുവാനായി നൽകിയിരുന്നു. വളരെ ഭംഗിയായി ക്രമമായി ചിട്ടയായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു ദിവസം മുഴുവനും വിശുദ്ധൻ്റെ പുണ്യസാന്നിധ്യമുള്ള അമ്പ് നമ്മളുടെ ഭവനത്തിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ പഴയ വർഷങ്ങളുടെ പ്രൗഢിയോ ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോ ഇല്ലാതെ ആത്മീയപരമായിട്ടുള്ള ഒരു ഉത്സവമായി നാം അത് ആഘോഷിക്കുകയായിരുന്നു. അപ്പോഴും പല വ്യക്തികൾക്കും മുറിവിറുപ്പ് ഉണ്ടാകുന്നു. ഞങ്ങളുടെ തിരുനാൾ ഇങ്ങനെയല്ല ആഘോഷിക്കേണ്ടത്, ഞങ്ങൾക്ക് കുറച്ചുകൂടി കൊഴുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ പറയും, നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഒരു ദിവസം കേട്ട പുണ്യവാന്റെ സുഹൃതങ്ങളാണ്. ഇന്ന് ഈ ഭവനത്തിൽ നമ്മളുടെ ദേവാലയത്തിൽ തിരുനാളായി ആഘോഷിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഓൺലൈനിലൂടെയാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഭവനത്തിലെ നിയോഗങ്ങളും കർത്തവ്യങ്ങളും നിങ്ങളുടെ മക്കളും വിശുദ്ധരും വിശുദ്ധകളുമായി തീരും. ഇവിടെയാണ് വിശുദ്ധൻ്റെ ജീവിത സാന്നിധ്യവും സുഹൃതവും നാം തിരിച്ചറിയേണ്ടത്. ഭാഗ്യമായ പുറംമോടികളിലോ മറ്റുള്ള ആഘോഷങ്ങളിലോ അല്ല വിശുദ്ധൻ്റെ ചൈതന്യം കുടികൊള്ളുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ആഘോഷിച്ചിട്ടുള്ള തിരുനാളുകളിൽ
വിശുദ്ധന് എപ്രകാരം എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി സ്പർശിക്കുവാനായി സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആഘോഷവും പൊടിപൊടിക്കലും ഒരിക്കലും വിശുദ്ധൻ ആഗ്രഹിച്ചിട്ടില്ല. വിശുദ്ധന്റെ ജീവിത മാതൃകയും സുഹൃതങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങണമെങ്കിൽ സഹനങ്ങളുടെ അമ്പ് ഞാൻ ഹൃദയം തുറന്ന് ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നു. അനേകം രക്തസാക്ഷികൾ ചരിത്ര പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുമ്പോൾ അധികാരമുള്ള വ്യക്തികൾ എപ്രകാരം കണ്ട് പിടിച്ചു മുറുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത്ര കണ്ട് പിടിമുറുക്കങ്ങളിൽ നിന്നും പുറത്തേക്ക് ചാടിയതാണ് ക്രൈസ്തവ വിശ്വാസവും ധീര രക്തസാക്ഷികളുടെ തിരുനിണവും. ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം നിയന്ത്രണങ്ങളിൽപ്പെട്ട് ഒളിച്ചു മറഞ്ഞും ഇരിക്കേണ്ട വ്യക്തികളല്ല. ജീവിതത്തിൽ ആത്മീയ സന്തോഷത്തോടുകൂടി എൻ്റെ വിശുദ്ധൻ എനിക്ക് തന്ന ധീരതയുടെ രക്തസാക്ഷിത്വ മകുടം ഞാൻ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനായി സാധിക്കണം. എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പും വെച്ച് പ്രാർത്ഥിക്കാത്ത തിരുനാളുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ ഓരോ വർഷം ചെല്ലുന്തോറും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ തീഷ്ണതയോടുകൂടി ആത്മീയ ജീവിതത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിശുദ്ധനോട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുവാനായി പഠിക്കണം. വീട്ടിൽ ഭംഗിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വിശുദ്ധൻ്റെ രൂപം അലങ്കരിച്ച് പ്രാർത്ഥിക്കുവാനായി നാം തയ്യാറാകണം. വിശുദ്ധൻ സഹനങ്ങളുടെ അമ്പ് പേറിയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ജീവിതത്തിൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തുവാനായി തയ്യാറായത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ജീവിതമെന്നുള്ളത് യാതൊരുവിധ സഹനങ്ങളുടെയോ വെല്ലുവിളികളുടെയോ മാർഗത്തിലൂടെ കടത്തിവിടാതെ ആധുനിക സുഖ സൗകര്യങ്ങൾക്ക് നടുവിൽ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ടും വ്യക്തിപരമായി തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ടും ജീവിക്കുവാനായി എനിക്കും നിങ്ങൾക്കും ഇന്ന് കഴിയും. എന്നാൽ വിശുദ്ധൻ നമ്മളോട് ഉണർത്തുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ: ഞാൻ ക്രിസ്തുവിന് വേണ്ടി രക്തം ചിന്തിയെങ്കിൽ എൻ്റെ ജീവൻ വരെ ഭരണാധികാരിയുടെ മുൻപിൽ ധീരതയോടുകൂടി ക്രിസ്തുവിന് സാക്ഷ്യം പകർന്നുകൊണ്ട് ജീവനെ ഹോമിച്ചുകൊണ്ട് രക്തസാക്ഷിയാകുവാൻ കഴിഞ്ഞുവെങ്കിൽ ദൈവത്തിൻ്റെ മകനും മകളുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ഈ ആധുനിക സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന നീ എന്താണ് നിന്റെ ക്രിസ്തുവിന് വേണ്ടി നീ ചെയ്യുക? കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരോടുമായി പറയുവാനായിട്ടുള്ളത്: മക്കളെ സഹനങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. വിശുദ്ധൻ്റെ ജീവിതത്തിലെ പുണ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. ജീവിതത്തിൻ്റെ ഏതൊരു മോശപ്പെട്ട അവസരത്തിലൂടെ കടന്നു പോയാലും അവനേക്കാൾ കഴിവുള്ള വ്യക്തികൾ അവൻ്റെ വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മക്കളുടെയും പിന്നാലെ കൂടിയാൽ ധീരതയോടുകൂടി ക്രിസ്തുവിൻ്റെ മകനും മകളുമാണ് എന്ന് തുറന്നു പറയുവാനായി അവരെ പഠിപ്പിക്കണം. അനേകം യുവതി-യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നത് കാണാറുണ്ട്. ഞാൻ ചോദിക്കും, എന്തിനു വേണ്ടി അവർ ആത്മഹത്യ ചെയ്തു? വ്യക്തിപരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാനും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഖ സൗകര്യങ്ങൾ തികയാതെ വരുമ്പോഴും സ്വന്തമായി താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവരോട് ചോദിക്കുവാനുള്ളത്, ഇനിയും അങ്ങനെ ചെയ്യുവാൻ തീരുമാനിക്കുന്ന വ്യക്തികളോട് ചോദിക്കുവാനുള്ളത്: നീ ആർക്കു വേണ്ടിയാണ് തീരുമാനമെടുത്തത്? വിശുദ്ധ സെബസ്ത്യാനോസിൻ നിന്റെ ജീവിതത്തിലേക്ക് വെല്ലുവിളിയോടുകൂടി നോക്കുന്നുണ്ട്. വിശുദ്ധൻ പറയുന്നു: മകനെ, മകളെ, നീ ക്രിസ്തുവിന് വേണ്ടിയാണോ മരിക്കുന്നത്? നീ ക്രിസ്തുവിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഇന്നത്തെ ഈ യുവാക്കളോട് പറയുവാനുള്ളത്, യുവതി-യുവാക്കളോട് പറയുവാനായിട്ടുള്ളത്: നിങ്ങൾ വിവിധ ആഗ്രഹങ്ങൾക്ക് പിന്നാലെയും അഭിലാഷങ്ങൾക്ക് പിന്നാലെയും സഞ്ചരിക്കുമ്പോൾ ഞാൻ നേടിയെടുക്കുന്ന സമ്പത്തും സൗഭാഗ്യവും ജീവിത സുഖ സൗകര്യങ്ങളും ആർക്കു വേണ്ടിയാണ്? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം സംരക്ഷിക്കുവാനും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് എങ്കിൽ നീ നേടുന്ന നേട്ടങ്ങളെല്ലാം നിനക്ക് ഒരു നാൾ കുറച്ചിലായി മാറും. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ
അനുയായികളായി മാറുവാനായി അനേകം മിഷണറിമാരെയും അനേകം ദൈവവിളികളും ഇന്ന് ഈ സമൂഹത്തിൽ ആവശ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടത്. വിവിധങ്ങളായിട്ടുള്ള വ്യക്തികൾ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, ജോലികൾ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം സ്വന്തം കീശ വീർപ്പിക്കുവാനും ശമ്പളത്തെക്കാൾ ഉപരി കിമ്പളങ്ങൾ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ട് ദരിദ്രരെയും പാവപ്പെട്ടവരെയും ഒരുപോലെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ജീവിക്കുവാൻ ഇന്നത്തെ യുവതി യുവാക്കൾക്ക് സാധിക്കണം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന, ആതുര സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരോട് ചോദിക്കുവാനായിട്ടുള്ളത്, നിങ്ങൾ ജീവൻ രക്ഷിക്കുകയാണോ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിശുദ്ധ സെബസ്ത്യാനോസിനെ ക്രൂശിക്കുവാനായി കൂടെ നിന്ന ഭരണാധികാരിയോട് കൂടെയാണ്. ഭരണാധികാരി ആഗ്രഹിച്ചത് ക്രിസ്തുവിനെ പീഡിപ്പിക്കണം, ക്രിസ്തുവിൻ്റെ അനുയായികളെ കൊന്ന് ഒടുക്കണമെന്നായിരുന്നു. ഈ സമൂഹത്തിൽ പകർച്ചവ്യാധിയുടെ കാലത്തിൽ ജീവിക്കുമ്പോൾ പകർച്ചവ്യാധിയിൽപ്പെട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ നെടുന്തൂണ് തട്ടി തകർക്കുന്ന രീതിയിൽ പെരുമാറുന്ന എല്ലാ വ്യക്തികളോടും ചോദിക്കുവാനുള്ളത്, നീ എടുക്കുന്ന നിന്റെ തീരുമാനം ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ? നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. ജീവിതം എന്നുള്ളത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായി കഴിയണം. വിശുദ്ധൻ എന്നോടും നിങ്ങളോടും പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. വേണമെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിന് രാജാവിൻ്റെ അധികാരത്തിന് കീഴിൽ സുന്ദരമായി ജീവിക്കാമായിരുന്നു. രാജാവ് അവൻ അധികാരത്തിൻ്റെ നല്ല സ്ഥാനമാനങ്ങൾ നൽകുമായിരുന്നു. എങ്കിലും അവൻ രഹസ്യമായി ജീവൻ ഹോമിക്കുവാൻ, പീഡനങ്ങൾ ഏൽക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യം പകരുവാൻ ഒരു മിഷൻ പ്രവർത്തനത്തിന് തന്നെ അവൻ കാരണമായി. രഹസ്യമായി ചെയ്തത് ഒരു നാൾ പരസ്യമായപ്പോൾ ആ രഹസ്യം അവന് ഉപേക്ഷിക്കാതെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് തൻ്റെ രക്തം വരെ ചിന്തുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിന് സാധിച്ചു. വിശുദ്ധ സെബസ്ത്യാനോസിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിയോഗങ്ങൾ മാത്രം അർപ്പിച്ചാൽ പോരാ. വിശുദ്ധൻ കൈകൾ കെട്ടിയിട്ട് കാല് ബന്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ഈ കെട്ടുപാടുകളെല്ലാം നീക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യമായി തീരുന്ന ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധനെ തിരിച്ചറിയണമെങ്കിൽ ഈ കൊറോണ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നിയന്ത്രണങ്ങളെക്കാൾ ഉപരി എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വിശുദ്ധനെ തുറന്ന മനസ്സോടുകൂടി, ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്യുവാനായി സാധിക്കണം. അപ്പോഴാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ജീവിത മാതൃക എൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാവുകയുള്ളൂ. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഒരു ചെവിടിലൂടെ കേട്ട് മറ്റു ചെവിടിലൂടെ കളയുന്ന ഒരു സ്വഭാവമായി തീരുമ്പോൾ ഇനിയും ഒരു വർഷം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഇതുപോലെയുള്ള ഒരു സന്ദേശം കേൾക്കുവാൻ. ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചൈതന്യവും നൽകിക്കൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനെ സംരക്ഷിച്ചുവെങ്കിൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും നാം ഭംഗിയായി ആത്മീയ സന്തോഷത്തോടു കൂടി വിശുദ്ധനോട് വണങ്ങി പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ മരണശേഷം നമ്മെയും മറ്റുള്ളവർ വിശുദ്ധിയോടുകൂടി നോക്കിക്കാണണമെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും തയ്യാറാകണം. നമ്മളുടെ കുടുംബങ്ങൾ നമുക്ക് സ്വർഗങ്ങളാക്കി തീർക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യാതൊരു കാരണവശാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ വിശുദ്ധനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുവാനായി നമുക്ക് തയ്യാറാകാം. ഒരിക്കൽ കൂടി ഇന്നത്തെ സുവിശേഷത്തിലെ വാക്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവരെ കരുണയോടുകൂടി നോക്കുവാനും ബന്ധിതർക്ക് മോചനം നൽകുവാനും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനും ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പ്രവാചക ദൗത്യത്തിലേക്ക്, രാജകീയ പുരോഹിത പ്രവാചക ദൗത്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മകനെ, മകളെ നിന്നെയാണ്. നീ നിന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുക. നിന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് സമൂഹത്തിലേക്കും
ക്രൈസ്തവ സഭ മുഴുവനും നിറഞ്ഞ് വിളങ്ങി വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വ മകുടത്തോട് ചേർന്ന് എനിക്കും ജീവിക്കുവാനായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഏവർക്കും വിശുദ്ധൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ പരസ്പരം ആശംസിക്കാം. സ്നേഹമുള്ളവരെ, വിശുദ്ധന്മാരും രക്തസാക്ഷികളും ഏറ്റുപറഞ്ഞ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, ഏകദൈവത്തിലുള്ള ഈ വിശ്വാസം നമുക്കിപ്പോൾ ധീരതയോടെ ഏറ്റുപറയാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈകശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാഥനും ജാതനുമായ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നുറുഹായ ധന്യശരീരമെടുത്തു നരനായി പൊന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മായി താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജനും ആകും റൂഹായി. വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കത്തോലിക്ക
സഭയിൽ പാപവിമോചനമേകുന്നൊരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളൊരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചിടമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നേ. സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് സഭയെ കനിവാർന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബത്തെയും ഓൺലൈൻ ശുശ്രൂഷയിലൂടെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും ശക്തമായി ലഭിക്കുവാനും എല്ലാ രോഗത്തിൽ നിന്ന് സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ ആവശ്യങ്ങളാൽ ഞെരുങ്ങപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവർക്കും കനിവാർന്ന് ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധമായവ വിശുദ്ധിയോട് കൂടെ ചെയ്യുന്നവർ വിശുദ്ധരാകും എന്ന് വചനത്തിലൂടെ അരുളി ചെയ്ത ഈശോയെ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും മാതൃകയും അനുകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിച്ച് ദൈവ മകനായി മകളായി ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ഒരു ബലിയുടെ യോഗ്യതയാൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വിശുദ്ധരോടും വിശുദ്ധ രക്തസാക്ഷികളോടും മാലാകമാരോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപാവരം അവർക്ക് നൽകണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി സമർപ്പിക്കുമ്പോൾ ജീവിതത്തിലും മരണത്തിലും ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെയുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിൻ്റെ ഉടയവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കാഴ്ചയുമായി ബലിവേദി നിന്നിടുമേ. തിരുയാഗമർപ്പിക്കും അൾത്താരയിൽ തിരുവോസ്തിരൂപണം എൻ ദൈവമേ, കാഴ്ചകൾ സ്വീകരിക്കൂ. നൽകാഴ്ചയായി എൻ ജീവിതം സമ്പൂർണമായി നൽകുന്നിതാ. അഞ്ചപ്പം 5000 നൽകിയ നാഥ,
കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ സ്വീകരിക്കൂ ഈ ജീവിതം നിൻ ദിവ്യദാനങ്ങൾ നീ നിറയ്ക്കൂ. സ്വർഗീയദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. സ്വർഗീയദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. ബലിവേദിയിൽ ഉയരും നിൻ കൈകളിൽ നിറയുന്ന പൊൻകാസയിൽ സ്വീകരിക്കൂ ഈ ജീവിതം നിൻ ദിവ്യദാനങ്ങൾ നീ നിറയ്ക്കൂ. അഞ്ചപ്പം 5000 നൽകിയ നാഥ കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ സ്വീകരിക്കൂ ഈ ജീവിതം നിൻ ദിവ്യദാനങ്ങൾ നീ നിറയ്ക്കൂ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബാസ്റ്റ്യൻ സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമമാലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ
മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിൻ്റെ കാരണഭൂതനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. Per ipsum et cum ipso et in ipso est tibi Deo Patri omnipotendi in unitate Spiritus Sancti omnis honor et gloria per omnia saecula saeculorum. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താരാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ.
ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. ഓ ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. പാപിയാമെന്നിൽ ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം, മർത്യനായി ദൈവമേകും ദിവ്യമാം മന്ന. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം, മർത്യനായി ദൈവമേകും ദിവ്യമാമന്ന. ജീവനിൽ അലിയുമേ ദൈവസ്നേഹാഗ്നി, ജീവനിൽ പടരണം ദിവ്യജ്വാലയാ. ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പൂ ഞാൻ.
പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യന്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയിയുമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹമുള്ളവരെ, ഏതാനും ചില അറിയിപ്പുകൾ. ജനുവരി 1-ാം തീയതി മുതൽ നമ്മൾ അമ്പ് വളരെ സുന്ദരമായിട്ട് വളരെ ഭക്തിസാന്ദ്രമായിട്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും നിങ്ങളെല്ലാവരും വളരെ സഹകരിച്ചുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുകയാണ്. നിങ്ങൾ കാണിച്ച ആ വലിയ ത്യാഗത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ പ്രവർത്തനത്തോട് ചേർന്ന് ഓരോ വ്യക്തിയും ഓരോ കുടുംബവും വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ഭംഗിയായിട്ടെല്ലാം ചെയ്യുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശക്തമായ മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാവരുടെയും മേൽ, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാനായിട്ട് സർവശക്തൻ്റെ കൃപാവരം നമുക്ക് ഏവർക്കുണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ സംഭാവന 2375 രൂപ. കഴിഞ്ഞ ആഴ്ചയിലെ സഞ്ചിപ്പിരിവ് 15,320 രൂപ. നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ ഉൾപ്പെടുന്ന ജാതി മരങ്ങൾ വളമിട്ട് നനച്ച് 3 വർഷത്തേക്ക് ആദായമെടുക്കുന്നതിനായിട്ട് കൊട്ടേഷൻ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ കൊട്ടേഷൻ നൽകേണ്ടതാണ്. ജോസഫിൻ്റെ കുടുംബത്തിന് സംഭാവന നൽകിയവരെ വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. സംഭാവന നൽകിയവർ പ്രത്യേകിച്ച് മതബോധനത്തിലെ 7-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ചേർന്ന് 1000 രൂപ നൽകിയിരിക്കുന്നു. വളരെ ഹൃദയപൂർവ്വം അവർക്ക് നന്ദി പറയുന്നു. ജോസി പടമാടൻ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് 5000 രൂപ നൽകിയിട്ടുണ്ട്. ഈ സഹോദരൻ കുടുംബത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മാമോദീസയോടനുബന്ധിച്ച് ഒരു കുടുംബം 2000 രൂപ നൽകിയിട്ടുണ്ട്. അവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയതിൻ്റെ വെളിച്ചത്തിൽ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതല്ല. ദിവ്യബലിയെ തുടർന്ന് നമുക്ക് ലിറ്റനി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മഹാമാരിയിൽ നിന്നും, വിവിധമായ പകർച്ചവ്യാധികളിൽ നിന്നും, എല്ലാവിധ പീഡകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന ആശീർവാദം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. വിസ്മയനീയമായ മാധ്യസ്ഥത്താൽ പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കുവാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാനും അവിടെ നിന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.
ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അത്ഭുതത്തിനിപ്പോഴും പദാർത്ഥമായ മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിൻ അമ്മ നീയേ ലോകത്തിനു മാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മയെ പോൽ സൗമ്യത കാരുണ്യമേറും കന്യകേ, ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. മാനവർക്കു ബോധമേകും മാനിനീ മാണിക്യമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പൊന്നുകൊണ്ടു മിന്നിടുന്ന വന്ദനീയ ഗേഹമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. രോഗപീഠകളിലെന്നും ആശ്വാസതാരകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. ക്രിസ്തുവിൽ വിശ്വാസികൾക്ക് വാസ്തവ സംഗീതമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. രക്തസാക്ഷികൾക്കു പുണ്യ മാതൃകയാം രാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. വിശുദ്ധരുടെ ഗണത്തിൽ ആശ്രയമാം രാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. കർമ്മല സഭയിൽ വാഴും വന്ദനീയ രാജ്ഞിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ തൻ പാപങ്ങളെല്ലാം നീതയാൽ ക്ഷമിച്ചിടണേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങൾ തൻ പ്രാർത്ഥനകൾ നീ ചെവിക്കൊള്ളണമേ. ഭൂലോക പാപം ഹനിക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ ചൊരിയൂ എന്നും നിൻ അനുഗ്രഹങ്ങൾ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയവും ശാരീരികമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ മറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ വിശുദ്ധ യൗസേപ്പിൻ്റെയും
സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് പരമേൽപ്പിക്കപ്പെട്ട് നിൽക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് പിതാവിന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണബോധനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃതങ്ങളെ പ്രതി ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ദേശത്തെയും അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അതിനോട് സഹകരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങ് കനിവാർന്ന് ആശീർവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങൾക്കു നേർവഴി കാട്ടുവാൻ പണ്ടു നർഭോനയിൽ ജനിച്ചവനേ. പാപികൾ ഞങ്ങൾക്കു നേർവഴി കാട്ടുവാൻ പണ്ടു നർഭോനയിൽ ജനിച്ചവനേ. പാവങ്ങൾ ഞങ്ങൾക്കു മാതൃകയാകുവാൻ പീഡനമേറ്റു തളർന്നവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ. അന്ധരെ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ. ഞങ്ങൾക്കു ധൈര്യം പകർന്നു തന്നിടുവാൻ വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദിയും വ്യാധിയും ഇവിടന്നകറ്റുവാൻ ഞങ്ങൾ തൻ പള്ളിയിലിരിപ്പവനേ. ആദിയും വ്യാധിയും ഇവിടന്നകറ്റുവാൻ ഞങ്ങൾ
വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ